മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് പാല തൊടുപുഴ റോട്ടില് പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം മാത്രം മാറി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും 450-500 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന 11.5 സെന്റ് സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ഗംഭീരമായ ലുക്കിൽ തന്നെ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന പുതിയൊരു വീടിന്റെ പുതിയ ദൃശ്യങ്ങൾ. ചോദിക്കുന്ന വില 1,35,00,000 രൂപ നെഗോഷ്യബിൾ ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ആ റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ല വീടിന്റെ നല്ല ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന കേരള തനിമയും എന്നാൽ മോഡേൺ സ്റ്റൈലും കൂടി മിക്സായിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി കഴിഞ്ഞ നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ റെസിഡൻഷ്യൽ മേഖലയുടെ ഏറ്റവും ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീടാണ് ഈ കോമ്പൗണ്ടിൽ ഏറ്റവും ആദ്യത്തെ വീടായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസിയുമുണ്ട്. എന്നാൽ നല്ലൊരു കോമ്പിനേഷനുള്ള നല്ലൊരു അടിപൊളി വീടാണ്. ഇതിനകത്തുള്ള വീടുകളെല്ലാം തന്നെ ഏകദേശം ഈ ഒരു മോഡേണിൽ ഈ ഒരു പാറ്റേണിലുള്ള വീടുകൾ തന്നെയാണ്. നമ്മൾ മുറ്റത്തേക്ക് കയറിയപ്പോൾ ബാംഗ്ലൂർ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണ് മൊത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഗ്രാസ് വെച്ചിട്ടുണ്ട്. അത് നല്ല കിടുക്കൻ വീടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു എന്താ പറയുക ലക്ഷറി വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ്. വിശേഷിപ്പിച്ചാൽ പോലെ ഇതൊരു ലക്ഷറി വീട് തന്നെയാണ്. കാർ പോർച്ചിൻ്റെ ടൈൽ വർക്കുകളൊക്കെ നമുക്ക് കാണാം. നല്ലൊരു ഡിസൈനുള്ള നല്ലൊരു ടൈൽ വർക്ക് കാണാം. ചെസ്സിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെസ്സിൻ്റെ കളവാണോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും. അങ്ങനെയുള്ള നല്ലൊരു ഡിസൈൻ ടൈലാണ് കാർ പോർച്ചിന് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ ഇതാണ് സൈഡ് വഴി നമ്മൾ നേരെ പോവുകയാണ്. കിണർ കിണർ കാണാനായിട്ട് പോവുകയാണ്. ഏകദേശം 11-12 കോലോളം താഴ്ചയുള്ള ഇഷ്ടംപോലെ ജലം ലഭിക്കുന്നതുമായ നല്ലൊരു കിണർ. അത് നെറ്റടിച്ച് മൂടിയിട്ടേക്കുന്ന നല്ലൊരു കിണർ. കിണർ വലിയ കിണർ തന്നെയാണ്. അത് ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ്. കോൺക്രീറ്റ് ചെയ്ത് ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കാണാം. അതുപോലെ തന്നെ അപ്പുറത്തെ വീട് കാണാം. തൊട്ടടുത്ത വീട് അവിടെ താമസമുള്ള വീട് തന്നെയാണ്. ഇതാണ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റൂഫിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുന്നത് റെസിഡൻഷ്യൽ എന്നാൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന വീടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അതാണ് ഇത്. ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള ആദ്യം ഇരിക്കുന്ന വീട് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സൈഡ് വ്യൂ വഴി നമ്മൾ പോവുകയാണ്. തേക്കിൻതടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കൊന്ന് കയറി നോക്കാം അവിടുത്തെ സൗകര്യങ്ങൾ. നമ്മൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തുകയാണ്. സെറാമിക് ഓടാണ് കൊടുത്തിരിക്കുന്നത്. സെറാമിക് ഓടിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല. സെറാമിക് ഓട് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വീടിൻ്റെ ഓട് പായൽ പിടിക്കില്ല. റൂഫ് ചെയ്ത വീടുകളുടെ ഓട് മാത്രമാണ് മഴവെള്ളം വീഴാറുള്ളൂ. അപ്പോൾ മഴവെള്ളം വീഴുന്ന ഓടിന് മാത്രമേ പായൽ പിടിക്കാൻ സാധ്യതയുള്ളൂ. അത് സെറാമിക് ഓടിട്ട് ചെയ്യുകയാണെങ്കിൽ റൂഫിന് പായൽ പിടിക്കത്തില്ല ഓടിന്. ഇവിടെ നമ്മുടെ നല്ലൊരു ഇതാണ് നമ്മുടെ അകത്തുനിന്ന് ഒരു വെളിച്ചം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫർഗോള കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ കണ്ടത്. അത് ശകലം പൊക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ലൊരു ഇതാണ് വീടിൻ്റെ താഴെ നിന്നുള്ള നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ഒക്കെ അപ്പുറത്തെ വീടുകളൊക്കെ കാണാമല്ലോ. ഇതെല്ലാം നല്ല റെസിഡൻഷ്യൽ മേഖലയായി കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷം കൊണ്ട് ഡെവലപ്പായി പോയ മേഖലകളാണ്. താഴെ കാണുന്ന വീടൊക്കെ മീനച്ചൽ ഹോംസ് തന്നെ ചെയ്ത് വിറ്റ വീടുകളും താഴെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖല എല്ലാം നല്ല ആൾക്കാരെ നേരത്തെ മുതൽ താമസിക്കുന്നതും പുതിയതായിട്ട് മേടിച്ച് വന്നതുമായ നല്ല ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു മേഖലയാണ്. മുറ്റത്തിട്ടിരിക്കുന്ന സാധാരണ കരിങ്കല്ലിൻ്റെ ചിപ്സ് അല്ല, നാച്ചുറലായിട്ടുള്ള മണൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നിലോട്ട് വന്നു. നമ്മുടെ മുറ്റത്തിൻ്റെ സൗകര്യം വലിപ്പം ഒന്നും കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ മുറ്റമുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല ടെസ്റ്റർ വർക്കോട് കൂടിയുള്ള ഫ്രണ്ട് വാള്, അതുപോലെ പില്ലറുകൾ.
നല്ല ഡിസൈൻ വർക്കോട് കൂടി കാർപോർച്ചിൻ്റെ ടൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോഡ് തന്നെയാണ് ടെക്സ്ചർ വർക്കിനും കൊടുത്തിരിക്കുന്നത്. ജനൽപ്പാളികളെല്ലാം തേക്കാണ്. അകത്തെയും പുറത്തെയുമായിട്ടുള്ള ഡോറുകളെല്ലാം തേക്കാണ്. ഫ്രണ്ട് ഡോറിൻ്റെ ദൃശ്യങ്ങൾ അവിടെ നമുക്ക് നല്ലൊരു തലയെക്കെട്ടോട് കൂടിയുള്ള പാനലിങ്, തേക്കിൻ്റെ പാനലിങ് കാണാം. സിറ്റ് ഔട്ട്, നല്ലൊരു സിറ്റ് ഔട്ടാണ്. അതെല്ലാം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുക. നമ്മൾ വീട് തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായൊരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നല്ലൊരു സ്വീകരണ മുറി. ഇവിടെ നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി. സ്വീകരണ മുറിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ ഒരു പ്രെയർ ഏരിയ കാണാൻ സാധിക്കും. ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് ഏരിയ എന്ന് കൂടി വിശേഷിപ്പിക്കണം. കാരണം അത്രയ്ക്ക് വലിപ്പമുണ്ട്. ഫാമിലി ലിവിങ് ഏരിയയും കൂടി ആയിട്ട് ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാള് തന്നെയാണ്. ഇവിടെയാണ് പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ഇതാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ കാണുന്നത്. TV യൂണിറ്റ് നല്ല മനോഹരമായി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കേബിളിൻ്റെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വീട് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഇതുണ്ട് തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് നമുക്ക് അകത്തെ ഡോറുകളും കൊടുത്തിരിക്കുക. അകത്തെ ഡോറ് കട്ടളയെല്ലാം മാഞ്ഞിലിയാണ്. പാളികളെല്ലാം തേക്ക് തന്നെയാണ്. ജനൽപ്പാളികളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള, നല്ല വായു സഞ്ചാരം കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളാണ് ഇവിടെ കൊടുത്തിരിക്കുക. എല്ലാം എപ്പോക്സി ചെയ്തിരിക്കുന്ന ടൈല് വർക്കുകളാണ്. നമ്മളുടെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുക. ഒരു ബെഡ്റൂമിൽ താമസിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ 2 പേരോ അവർക്ക് താമസിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാം നല്ല ക്യൂട്ടായിട്ട് തന്നെയുള്ള ടൈല് വർക്കുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ഇതാണ് ടൈല് വർക്കുകളുടെ സോമനിയുടെയാണ് ക്ലോസറ്റൊക്കെ കൊടുത്തിരിക്കുക. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡൈവേർട്ടറായിട്ടുള്ള ഷവറൊക്കെയാണ് കൊടുത്തിരിക്കുക. പൈപ്പ് ലൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ് ഏരിയ, വാഷ് കൗണ്ടർ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടുന്ന് ടോയ്ലറ്റിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോറും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പണി ഫിനിഷ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ബാക്കി പണികളെല്ലാം തീർന്ന് കിടക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 1,35,00,000 രൂപയാണ് ചോദിക്കുന്നത്. ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിച്ചൽ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പല ബാങ്കുകളുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ ലോൺ ഏറ്റവും ഈസി ആയിട്ട് തന്നെ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ, ഇനി 3 ബെഡ്റൂമും കൂടെ നമുക്ക് കാണുവാനുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂമേ കണ്ടുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഡൈനിങ് ഹാളിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഏകദേശം മനസ്സിലാകുക. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. തേക്കിൻ തടി കൊണ്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഹൈവേയുമായിട്ടുള്ള ദൂരം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 500 മീറ്റർ ദൂരമായിരിക്കും. ഏകദേശം 500-600 മീറ്റർ ദൂരത്തെ കൂടുതലോട്ടും കാണത്തില്ല. ഏകദേശം ഒരു 500 മീറ്റർ ദൂരമാണ് ഈ വീടുമായിട്ട് ഹൈവേക്കുള്ള ദൂരം. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. ഈ വീടിൻ്റെ ഞാൻ ഏറ്റവും കണ്ടത് ടൈല് വർക്കുകൾ, ഒരു അസാമാന്യ ടൈല് വർക്കുകൾ തന്നെയാണ്. കാരണം നല്ല ക്യൂട്ടായിട്ട് തന്നെയുള്ള ടൈല് വർക്കുകൾ, ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ടൈല് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. വീണ്ടും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഹാളിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത സ്ഥലം, കിണർ വെള്ളം കിട്ടുന്ന സ്ഥലം, അതുപോലെ തന്നെ നമുക്ക് നല്ല റെസിഡൻഷ്യൽ മേഖല, ഒരു അലമ്പോ കാര്യങ്ങളോ വേറെ ശല്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ മേഖല.
ഹൈവേയുമായിട്ടുള്ള ദൂരം, വീട് വരെയും ടാർ റോഡ്, റൂഫ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വീട്, എല്ലാം ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള നല്ലൊരു വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കുമല്ല, നല്ലൊരു വീട് തന്നെ. അങ്ങനെ നമ്മൾ 3 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. 4ാമത്തെ ബെഡ്റൂമും കാണണം, കിച്ചണും കാണണം. ഈ ഒരു ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും ദൃശ്യങ്ങൾ കാണുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ ഫാൻസി ലൈറ്റൊക്കെ, ഹാങ്ങിങ് ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോളൂ. ഏറ്റവും നല്ല മനോഹരമായ ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. നേരെ 4ാമത്തെ ബെഡ്റൂം തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നല്ല ഇതുണ്ട്, 4 പാളി ജനലാണ് കൊടുത്തിരിക്കുക. അപ്പോഴത്തെ ഡ്രസ്സിങ് ഏരിയയിൽ വേറെയും ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ മനുഷ്യർ താമസിക്കുമ്പോൾ അവരുടെ ഏറ്റവും ആരോഗ്യം എന്ന് പറയുന്നത് കാറ്റും വെളിച്ചവും കയറി ഇറങ്ങി പോവുക എന്നുള്ളതാണ്. ഭക്ഷണം പോലെ തന്നെ ഭക്ഷണത്തെക്കാളും പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുക. നല്ല ശുദ്ധവായു ശ്വസിക്കുക എന്നുള്ളത്. അതിനാണ് ഇതുപോലെ ജനൽപ്പാളികളെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ ഹോള് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. എന്നാൽ നമുക്ക് കൊതുകിൻ്റെ ശല്യങ്ങളോ മറ്റ് പ്രൈവസി പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ വേണം താനും കൊടുക്കുവാൻ. അതാണ് ഒരു എൻജിനീയറിങ്ങിൻ്റെ കഴിവ്, കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ ആണെങ്കിലും ടൈല് വർക്കുകൾ, ഒരു അസാമാന്യ ടൈല് വർക്കുകൾ തന്നെയാണ്. വീഡിയോയിൽ കാണുന്നതിൽ ഒന്നുകൂടി മനോഹരമാണ് ടൈല് വർക്കുകൾ. എല്ലാ ബെഡ്റൂമിലും ഒരു ഫാന്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, AC-യുടെ പോയിൻ്റ്, അതാണ് എല്ലാ ബെഡ്റൂമിലും ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ. അതുപോലെ തന്നെ വുഡ് ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഈ വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കിച്ചൺ മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. നല്ല ഒരു ഒരു എന്താ പറയുന്നത്, നല്ല ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ടേബിൾ ടോപ്പാണ്. നല്ല ഒരു തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ, തലക്കെട്ടുകൾ, ഒരു വീടിൻ്റെ ആവശ്യത്തിന് മേളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാം വുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തടി കൊണ്ടുള്ള ആ ഒരു കബോർഡുകളുടെ മനോഹാരിത ഒന്ന് ആസ്വദിച്ചറിയേണ്ടത് തന്നെയാണ്. അതുപോലെ ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫാബറിൻ്റെയാണ് ചിമ്മിനി കൊടുത്തിരിക്കുക. ഇവിടെ ടൈല് വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലാം വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള ടൈല് തന്നെയാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ചുറ്റുമുള്ള വാളിന് ടൈലൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലരും ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഇതാണ് നമുക്ക് അടുക്കളയിലെ ഉപയോഗം എന്ന് പറയുന്നത്. എപ്പോഴും എന്തെങ്കിലും ചാറുകളൊക്കെ തെറിക്കും, ഒരു മീൻ ചാറോ അല്ലെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറിച്ചാൽ ഒരു നനഞ്ഞ തുണിയിട്ട് തുടച്ചാൽ എപ്പോഴും വൃത്തിയായി കിടക്കും. അല്ലെങ്കിൽ പെയിൻറ്റിലാണെങ്കിൽ അടുത്ത കോട്ട് പെയിൻറ്റ് എന്നടിക്കുന്നോ അത്രയും വർഷവും അത് വെറുതെ നമുക്കൊരു ബുദ്ധിമുട്ടായി തന്നെ കിടക്കും. അതുകൊണ്ട് ഇത് ടൈലൊട്ടിക്കുന്നത് വളരെ ഭംഗി തന്നെയാണ്. അതിന് ഒരു കിച്ചൻ്റെ ഉപയോഗത്തിന് ഏറ്റവും മനോഹരമാണ് എന്ന് തന്നെയാണ്. ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല ഒരു വാഷ് ഏരിയ, നല്ല മനോഹരമായി വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയ തന്നെയാണ്. പല കളറിൽ വരുന്ന ഒരു മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇവിടുന്ന് വീണ്ടും ഡൈനിങ് ഹാൾ വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഗംഭീരമായ മനോഹരമായ വീട്, അതിമനോഹരമായ വീട്, നല്ല ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീട് മിസ് ചെയ്യരുത്. നല്ലൊരു വീട് തന്നെയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള വീട് തന്നെയാണ്. അങ്ങനെ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.